ദീപ്തി മേരി നമുക്കറിയാം ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു, KPCC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനും അർഹതയുണ്ട്, അതെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ കിട്ടാത്തതിൻ്റെ പേരിലുള്ള അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നിരിക്കാം. അതിലൊരു പരാതി ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും. കൊച്ചിയിലെ മേയറുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ എന്താണ് ഒരു പരിഹാരം ഉണ്ടാവും? കോൺഗ്രസിന്റെ 4 സ്ഥലങ്ങളിലാണ് മേയർമാരുള്ളത് ഉണ്ടാകുന്നത്. അതിൽ കൊല്ലത്ത് മാത്രമാണ് മേയറെ മുൻകൂട്ടി നിശ്ചയിച്ചത്. ഹഫീസിന്റെ പേര് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഹഫീസ് മേയറാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കൊല്ലത്ത് ഇലക്ഷൻ മത്സരിച്ചത്. തിരുവനന്തപുരത്ത് ശബരിനാഥിന്റെ പേരും പ്രഖ്യാപിച്ചിരുന്നു. ശബരിക്ക് അവിടെ ഭൂരിപക്ഷം കിട്ടിയില്ല. ബാക്കി 3 സ്ഥലങ്ങളിൽ മേയർമാരെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി കോൺഗ്രസ് നേതൃത്വം ആലോചിച്ച് തീരുമാനിച്ചു. എല്ലാ സ്ഥലത്തും ഒന്നിലേറെ പേരുകൾ വന്നിട്ടുണ്ട്. കൊച്ചിയിലും ഒന്നിലേറെ പേരുകളുണ്ടായിരുന്നു. ഒരു പേരിലേക്ക് അവസാനം എത്തി. ആ പേര് എല്ലാവരും അംഗീകരിക്കുന്നു. ആ പേരിൽ പിന്നെ ദീപ്തി മേരി വർഗീസിനൊരു അസംതൃപ്തി വരുന്ന വിധത്തിലേക്ക് ദീപ്തി മേരി നമുക്കറിയാം ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു, KPCC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനും അർഹതയുണ്ട്, അതെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ കിട്ടാത്തതിൻ്റെ പേരിലുള്ള അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നിരിക്കാം. അതിലൊരു പരാതി ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും. ഇല്ല, വീഴ്ചയൊന്നും പറയാനായിട്ടില്ല. വീഴ്ചയൊന്നും അവര് പറയുന്നത് KPCC ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെ അതിൻ്റെ അകത്ത് ഒരു സ്ട്രിക്റ്റ് ആയിട്ട് എന്താ പറയുക, അങ്ങനെ ഒരു ചില മാനദണ്ഡങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഭാരവാഹികൾക്ക് പരിഗണന നൽകണം, അതുപോലെ തന്നെ അംഗങ്ങളുടെ അഭിപ്രായത്തിന് മുൻതൂക്കം നൽകണം. ഇതെല്ലാം കൂടി പരിശോധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ദീപ്തി എനിക്കൊരു ദീപ്തിയുടെ ഒരു പ്രയാസം അറിയിച്ചിട്ടുണ്ട്. അത് ഞാൻ എന്താണെന്ന് ഒന്നുകൂടി പരിശോധിക്കും. ഈ കാര്യങ്ങൾ ദീപ്തിയെ ബോധ്യപ്പെട്ടില്ല, മാത്രമല്ല അവിടെ കോർ കമ്മിറ്റി ചേർന്നില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ അതൊക്കെ പരിശോധിക്കാം. പരിശോധിക്കുന്നതിന് എന്താ കുഴപ്പമില്ല. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയല്ലേ. അതാ ഞാൻ പറഞ്ഞേ, 5 സ്ഥലങ്ങളിലെ മേയർ സ്ഥാനങ്ങളിൽ അതിൽ ഒരു സ്ഥലത്ത് മാത്രമേ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ബാക്കി സ്ഥലങ്ങളിൽ ആളുകളെ അവിടുന്ന് അതിൻ്റെ പ്രോസസ്സ് അനുസരിച്ച് സെലക്ട് ചെയ്യാണ്. ഇപ്പോഴാണ് തൃശ്ശൂരിലുള്ളത് ഡോക്ടർ നിജി ജസ്റ്റിൻ ഇന്നാണ് തീരുമാനിച്ചത്. എനിക്കറിയില്ല, ഒന്നില്ല, കോൺഗ്രസിൽ ഒറ്റപ്പേരല്ലല്ലോ. കണ്ണൂരിൽ വേറെ പേരില്ലായിരുന്നു, ഒറ്റപ്പേരിലേക്ക് എത്തുകയല്ലേ. അല്ലല്ല, ഒരു സ്ഥലത്ത് ഒറ്റപ്പേരല്ല, ഒന്നിലേറെ പേരുകൾ കോൺഗ്രസ് പരിഗണിക്കും. ശരി, അതൊന്നും എനിക്കറിയില്ല. അതൊക്കെ ജില്ലാതലത്തിൽ അത് സ്റ്റേറ്റ് തലത്തിലല്ല, അതൊന്നും ചർച്ച നടക്കുന്നത്, ജില്ലാ തലത്തിലാണ്.